മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുധി. മിമിക്രി വേദിയിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലും എത്തിയിരുന്നു. ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു അപകടം പ്രിയതാരത്തെ കവർന്നെടുത്തത്. തൃശൂർ കയ്പമംഗലം പരമ്പിക്കുന്നിൽ വെച്ച് നടന്ന അപകടത്തിലായിരുന്നു കൊല്ലം സുധി മരണപ്പെട്ടത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. സുധി സഞ്ചരിച്ച കാറ് എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുധിയെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ സുധിയുടെ മക്കളും ഭാര്യയും അനാഥരായി മാറുകയും ചെയ്തു. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ വിട പറയേണ്ടി വന്ന കലാകാരൻ കൂടിയാണ് കൊല്ലം സുധി. താരത്തിന്റെ വിയോഗത്തിന് ശേഷം സുഹൃത്തുക്കളടക്കമുള്ള സന്മനസ്സുകൾ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സുധിയുടെ മരണത്തിന് ശേഷം കൈക്കുഞ്ഞുമായി ജീവിക്കുന്ന രേണുവിന് രണ്ടാം വിവാഹത്തിനായി പലവരും നിർബന്ധിച്ചുവെങ്കിലും രേണു അതിന് തയ്യാറായിട്ടില്ല. മരണം വരെ കൊല്ലം സുധിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ മതിയെന്ന നിലപാടാണ് രേണു. അതേസമയം കൊല്ലം സുധിയുടെ വേർപാടിനു ശേഷം രേണുവിന്റെ സഹോദരിയെ പോലെ എപ്പോഴും ഒപ്പം നിന്ന ആ കുടുംബത്തിന് തണലേകുന്ന കലാകാരിയാണ് സുധിയുടെ സുഹൃത്തും അവതാരകയുമായ ലക്ഷ്മി നക്ഷത്ര. സാമ്പത്തികമായും മാനസികമായും തന്നാൽ കഴിയുന്ന പിന്തുണയെല്ലാം സുധിയുടെ കുടുംബത്തിന് ലക്ഷ്മി നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ വളരെ നാളുകളായുള്ള രേണുവിന്റെ ഒരു ആഗ്രഹം ലക്ഷ്മി ഇപ്പോൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു. മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരുണ്ട്. ഇക്കാര്യം ലക്ഷ്മിയോട് രേണു പറയുകയും ചെയ്തിരുന്നു. തന്റെ ഭർത്താവിന്റെ മണം തന്റെ മരണം വരെ ഒപ്പം വേണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് കൊല്ലം സുധിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കുമോ എന്ന് ഭാര്യ രേണു ലക്ഷ്മിയോട് ചോദിച്ചത്. അതിനുള്ള ശ്രമത്തിലായിരുന്നു ഇതുവരെയും ലക്ഷ്മി. ആ ശ്രമം അവസാനിപ്പിച്ചത് സുഗന്ധലോപനങ്ങളിൽ അറബികളെയും ലോകമെമ്പാടും നിന്നെത്തുന്ന സന്ദർശകരുടെയും ഹൃദയം കവരുന്ന ദുബായ് മലയാളിയായ ഡോക്ടർ യൂസഫ് അലിയാണ്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന്റെ ഗന്ധത്തിൽ നിന്ന് യൂസഫ് ഭായ് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെതായ ഒരു സുഗന്ധലോപനം ഉണ്ടാക്കും. കൊല്ലം സുധിയുടെ വസ്ത്രങ്ങൾ ലക്ഷ്മി യൂസഫിന് കൈമാറി. കൂടാതെ സുധിയുടെ ശീലങ്ങളും രീതികളും ചോദിച്ച് മനസ്സിലാക്കി. സുധിയുടെ ഷർട്ടിന്റെ മണത്തിനോട് കിടപിടിക്കുന്ന പെർഫ്യൂം തയ്യാറാക്കി ലക്ഷ്മിക്ക് കൈമാറി. പെർഫ്യൂം മണത്തു നോക്കി ലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞു. സുധിച്ചേട്ടന്റെ ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുവെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ആദ്യമായാണ് അപകട സമയത്ത് ഒരു വ്യക്തി ധരിച്ച വസ്ത്രവുമായി ഒരാൾ യൂസഫിനെ സമീപിക്കുന്നതും പെർഫ്യൂം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ സുധിയുടെ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത യൂസഫിന്റെ കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മിക്ക് ഒപ്പം സുധിയുടെ ഭാര്യ കൂടി വന്നിരുന്നുവെങ്കിൽ സുധിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പെർഫ്യൂം തയ്യാറാക്കാമായിരുന്നുവെന്നും വീഡിയോയിൽ യൂസഫ് പറയുന്നു. എന്തായാലും രേണുവിനെയും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് ഇത് വളരെ വലിയ വിലമതിക്കാനാവാത്ത സമ്മാനം തന്നെയാണ്.